ഞങ്ങള് നോവേന പള്ളിയുടെ അടുത്തൊരു ബർഗർ കഴിക്കാൻ വന്നേക്കാം. നിങ്ങൾ ബർഗറിന്റെ വില കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. 50 രൂപയുള്ള ബർഗറിന്. രാവിലെ വന്ന് ഞങ്ങള് ചോദിച്ചിട്ടുണ്ടായി. രാവിലെ ഉച്ചക്ക് വന്ന് ചോദിച്ചപ്പോ ഇവിടെ ഉച്ചക്കില്ല, വൈകുന്നേരം 3 മണി മുതലാണ് സ്റ്റാർട്ടിങ്. പ്ലേറ്റിന് 180 റുപ്പീസും അല്ലാത്ത ഷവർമ 120 റുപ്പീസും ആണ് കേട്ടോ. ബൂസ്റ്റ് ഉണ്ടാ? ബൂസ്റ്റ് ഉണ്ട്. വേണോ? ഇവിടെ ചായ ഉണ്ടോ? ഉണ്ടാ ചായ ഉണ്ടാ? ആ ചായ മീഡിയം കടുപ്പം. ഇത് ചെറിയ കടയാണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നിങ്ങള് സൂം ചെയ്ത് വേണമെങ്കിൽ നോക്കിയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഐറ്റംസ് എന്തൊക്കെയുണ്ട് വെറുതെ നോക്കട്ടെ. ചിക്കൻ നഗറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സാൻഡ്വിച്ച് ഉണ്ട്, മോമോ ഉണ്ട്. മോമോ 5 പീസ് 79 രൂപ. പിന്നെ ബർഗർ, ചിക്കന്റെ വെജ് ഉണ്ട്. സ്പെഷ്യൽ ബർഗർ ഉണ്ട്, സ്മോക്ഡ് ബർഗർ ഉണ്ട്, ഗ്രിൽഡ് ബർഗർ ഉണ്ട്, സിംഗിൾ ബർഗർ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ക്ലബ് സാൻഡ്വിച്ച് ഉണ്ട്. പിന്നെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. ഫലൂദ, മിനി ഫലൂദ 120 റുപ്പീസ്. ഷേക്ക്, മൊജിറ്റോ, അബിൽ മിൽക്ക്, ഹോട്ട് ആൻഡ് കൂൾ, പിന്നെ ടീ, കോഫി അങ്ങനെ. അപ്പൊ സേതുവായിട്ടാണ് ഓർഡർ ചെയ്തേക്കുന്ന ഒരു ബൂസ്റ്റും ഞാനൊരു ചായയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഐറ്റം ബർഗർ. തിരക്ക് വന്ന് തുടങ്ങണുള്ളൂ തോന്നുന്നു. പത്തൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. രാത്രി 12 വരെ 3 മണി തൊട്ടാണ് കേട്ടോ നമുക്ക് ഇതുള്ളത്, ബർഗർ ഉള്ളത് അല്ലെ. ബർഗർ, ഷവർമ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളത്. പിന്നെ എന്റെ പുറകെ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. ഞങ്ങളുടെ ബർഗറാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുറത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. അറ്റത്താണ് നമ്മുടെ നോവേന പള്ളി ഉള്ളത്. പിന്നെ ഇവിടെ ഒരു അനുപമ എന്നൊരു ടെക്സ്റ്റൈൽസിന് പണ്ട് ഞങ്ങളുടെ തുണിയൊക്കെ എടുക്കാൻ വരുമായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കല്ലൂരാണ് മോഡൽ ടെക്നിക്കൽ സ്കൂള് അങ്ങനെ. ഓ നമ്മളുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അതേ തിരക്ക് വരുന്ന മുന്നേ ഞങ്ങൾക്കിതൊക്കെ കഴിച്ചിട്ട് പോവാം. ചെയ്തിട്ട് ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കഴിക്കാനായിട്ട്. ഹലോ ഹലോ, വിശക്കനുണ്ടാ? ഇത് വലിയ ബർഗറാണല്ലോ, നോക്കിയേ. ഇതാണ് ബൂസ്റ്റ്. അപ്പൊ നമ്മക്ക് പെട്ടെന്ന് തന്നെ വന്നു, ബൂസ്റ്റ് വന്നു, നമ്മുടെ ബർഗർ വന്നു. ഈ തിരക്ക് വരണമെന്ന് നമുക്ക് പോണം. നല്ല ചൂടുണ്ട്. അതുപോലെ തന്നെ ബണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. പിടിച്ചു നോക്കുമ്പോഴത്തേക്ക് ഞാൻ കഴിച്ച് ഭയങ്കര ഫില്ല് ചെയ്ത് വെച്ചേക്കുക. ഇത് കഴിച്ച് കഴിയുമ്പോ തന്നെ നമ്മുടെ വയറൊക്കെ നിറയുന്നതാണ് തോന്നുന്നത്. ഇതിന്റെ ഉള്ളില് കുക്കുംബർ, ടൊമാറ്റോ, ചിക്കൻ, മയണൈസ്, ഓണിയൻ അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബൈറ്റ് എടുത്ത് നോക്കാം. ചെയ്തെന്ന് അത് കഴിക്കണോ? ഇഷ്ടപ്പെട്ടോ? 9 രൂപ ബർഗറാണ് ഞാൻ കഴിക്കണത്. എന്താ വലിഞ്ഞു പോണ പോലെ കട്ട് സവാള
ഒരു ബർഗർ പാഴ്സൽ പറയണം. നല്ല എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? അടുത്ത് ബൂസ്റ്റ് ചൂടാറട്ടെ. ഇത് ചെപ്പുണ്ട്. അല്ല ചായ എന്റെ ചായ ഇട്ട് കുടിക്കാൻ വീഡിയോ എടുത്ത് എന്തായാലും മറന്നു. ഒരെണ്ണം നോക്കിട്ട് കണ്ടാലും വേണമല്ല. നല്ല മഴ പെയ്യാൻ പോണ്ട്. ഇവിടെ കാറിന് വന്നാ പറ്റൂല കേട്ടോ അല്ലേ? ടൂ വീലർ തന്നെ അവിടെ ഇട്ടൊക്കെ പാർക്ക് ചെയ്യാം. ഭംഗി വെട്ടിപ്പില്ലേ ഷവർമ ഉണ്ടാക്കുക റോള്. അതിലെ ചിക്കൻ തന്നെയാണ് ഫില്ല് ചെയ്തേക്കുന്നത്. വയറ് നന്നായിട്ട് നിറയും അല്ലേ? ഞാൻ കഴിക്കണേന്റെ നോക്കണ്ടാട്ടാ. സോഫ്റ്റ് ആണെന്നാണ് എനിക്ക് ഏറ്റവും പറയാനുള്ളത് അല്ലേ കേട്ടാ? ബണ്ണേന്ന് ഭയങ്കര സോഫ്റ്റ് അതേ നോക്കിയേ. ഒന്നും പറയാനില്ല, അടിപൊളി. എന്തായാലും ചെയ്തേട്ടൻ കണ്ടുപിടിച്ച ഷോപ്പ് എന്തായാലും കൊള്ളാം. വഴിയിൽ പാസ് ചെയ്തിട്ടാണ് വേണ്ടത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചായ കുടിക്കുക കേട്ടാ. ചായ കുടിക്കുക, നല്ല ചായ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് ഇവിടെ മാത്രമല്ല, അതോ അല്ല ഇങ്ങനത്തെ ബർഗർ അടിപൊളിയാണ്. അവിടെ ഉണ്ടോ? ഓക്കെ, അപ്പൊ മരുന്നറിഞ്ഞു. ശരിക്കും ക്ലാസ് വരുമ്പോ അപ്പൊ പറ്റൂല നമുക്ക് ഇടം വരെ വന്ന് വാങ്ങാൻ ഞാൻ പറയുന്നു. എപ്പോഴും വല്ലപ്പോഴും ഇത് വാങ്ങിക്കൊടുക്കാം. 3 മണിക്ക് ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ആദ്യം വന്നിട്ട് ഉച്ചക്കാവുള്ളത്. കൊറേ കഴിയുമ്പോ തിരക്കാവും അല്ലെ? ബൂസ്റ്റ് എങ്ങനെയുണ്ട്? ഫിഷ് ബോധിച്ചു. ഇതിനുള്ളിലെ ഫില്ലിങ്സും ഇതൊക്കെ ഇഷ്ടപ്പെട്ടാതൊക്കെ പറയാം. ഒരു ബർഗർ പറയട്ടെ കൊണ്ടാ ആരോടാ പറയണ്ടേ? ഒരു ബർഗർ പാഴ്സല് അപ്പൊ ഋഷിയും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവര് ഞങ്ങൾ ശരിയാക്കും. എനിക്കാണ് ഈ ബർഗർ പപ്സ് അതൊന്നും അങ്ങനെ നീറ്റായിട്ട് കഴിക്കാൻ എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ എന്റെ മോശമൊക്കെ ആവും. നമ്മുടെ വയറെന്ന് പറയുന്നത് എന്റെ വിചാരം എന്താണെന്ന് ആംബിയൻസ് കൊള്ളാം. ഇവിടുന്ന് അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് ആംബിയൻസ് കൊള്ളാം. വണ്ടികള് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ആംബിയൻസ് ഒന്നുമില്ല. പിന്നെ ഞാൻ ശരിക്കും വിചാരിച്ച എങ്ങനത്തെന്നറിയോ? ഇത്രയും വലിയ ബർഗറല്ല, ചെറിയൊരു എന്നോട് ചെയ്തത് ചെറിയൊരു ബർഗർ. അപ്പൊ ഞാൻ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ചെറിയ ബണ്ണായിരിക്കും. പിന്നെ ബണ്ണിന് ഇത്രയും ക്വാളിറ്റി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് താഴെയല്ല പ്ലേറ്റ് ചെയ്തിട്ട് നിന്ന് വരണോന്നൊരു തീരുമാനം ഉണ്ടായില്ല. രണ്ടാമത് വന്നോ ഞാൻ തന്നെ വരാം. എന്നാലും നമ്മള് പറഞ്ഞില്ലേ ബിരിയാണി കഴിക്കാൻ പോയപ്പോ
എന്താ അത് കഴിക്കാൻ പോണ്ടേ? കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഓർമ്മിപ്പിക്കണം, മറന്നു. അപ്പൊ നമ്മുടെ ബർഗർ കഴിച്ചിരുന്നു. ഈ ബർഗർ പക്ഷെ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന ബർഗറിനെ പോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ആണല്ലേ? നീ കറക്റ്റ് ചെയ്തിട്ട് പറ എന്തൊക്കെയാണ് അവിടെ നിന്നാണ് ആംബിയൻസ് മൊത്തം ഉള്ളത്. ചെയ്തന്റെ അഭിപ്രായം എന്താ? വയറ് നിറഞ്ഞോ? ഒരു ബൺ ഷവർമയും കൂടി വാങ്ങി തന്നാ കഴിക്കോ? അയ്യോ പാവം. ഒരു ബൂസ്റ്റും ഒരു ബൺ ഷവർമ ഇതിന്റെ ലെച്ചൂന് വേണ്ടിട്ട് പാക്ക് ചെയ്തോണ്ടിരിക്കണ കണ്ടില്ലേ? അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പതുക്കെ 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 വീട്ടിലേക്ക് പോകും. അപ്പൊ ആരെങ്കിലും ബൺ ഷവർമ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അത്യാവശ്യം നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. അല്ലേ? ഞാൻ പുറത്തുനിന്നൊരു വീഡിയോ പേയ്മെന്റ് ചെയ്താ കേട്ടാ, ഗൂഗിൾ പേ ചെയ്തോട്ടോ. ഫ്രഷ് ജ്യൂസർ എത്ര രൂപയാണ്? 2 ബൺ ഷവർമ, 3 ഒരെണ്ണം പാക്ക് ചെയ്തത്. പിന്നെ ബൂസ്റ്റ്, ചായ 182. നല്ലതായിരുന്നു കേട്ടാ, ഇഷ്ടപ്പെട്ട്. ശരി, ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി കാണാം. താങ്ക് യു. അപ്പൊ 182 രൂപ, അതായത് 3 ബർഗർ വാങ്ങി 20 ചായക്ക് 20, ബൂസ്റ്റിന് 20. അതും ഞാൻ ആ ചേച്ചിയോട് പറയായിരുന്നു, നല്ല ചായ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചില സ്ഥലത്ത് ചായ കുടിക്കുമ്പോ പാലൊന്നും ഇല്ലാതെ ഇത് കറക്റ്റ് ആയിരുന്നു. മധുരവും ഓവർ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ബൂസ്റ്റ് അടിപൊളിയാണോ? അതെടുത്ത് ഇതിലിട്ടേക്ക്. എന്തില്? ബാഗിലോ? അതില്ലേ? എന്തായാലും മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു. ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ? നിറഞ്ഞു. ചെയ്തേണ്ട ഉള്ളു വയറാണ്. നല്ല രസമുണ്ടല്ലേ? അല്ലേ? പണ്ട് ഞങ്ങള് വരുന്ന കടയാണ്. എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, ഇങ്ങനെ നമ്മള് വണ്ടിയൊക്കെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ നടന്ന് കാഴ്ചയൊക്കെ കണ്ടുപോണത് ഭയങ്കര ഇഷ്ടം. വെയിലുണ്ടെങ്കിൽ എനിക്ക് കാഴ്ചയും കാണണ്ട, ഒന്നും കാണണ്ട, എനിക്ക് വീട്ടിൽ പോകണം. നമ്മുടെ മൊകേനപ്പള്ളി ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച പള്ളി പണ്ട് അമ്മയുടെ ഒപ്പം വരുമായിരുന്നു. അവിടെ ഒരു മാല ഇടാനൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏതോ ഞങ്ങളുടെ നെയ്ബർ ചേച്ചിയുടെ കൂടെ കഞ്ഞി കുടിക്കാനൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ആഭരണങ്ങൾ ഇത് ഹെയർ കട്ടിങ് 99 രൂപയുള്ളു. ആണല്ലേ? ഹെയർ സ്പാ ഉണ്ടാ 399. എനിക്കറിയാൻ ചെയ്തൂടെ? എനിക്ക് ഇതുപോലൊരു പൊട്ടിക്കിടാൻ ഭയങ്കര ഇഷ്ടം. അപ്പുറത്തിപ്പുറത്ത് ഒരേ കട തന്നെയാണ്. വേറെയാണ്. ഇത് എന്താ ഈ ഒരു കട നോക്കിയേ? മിക്സി, ഇൻഡസ്ട്രിയൽ മിക്സി ആണല്ലേ? പിന്നെ ഈ റോഡിനൊരു കഥയും കൂടി ഉണ്ട്. നീ ഇറക്ക് വണ്ടി. ഒരു പെൺകുട്ടിയാ പോയത് ബുള്ളറ്റ് ഓടിച്ച്. കണ്ടില്ലേ? സ്കൂട്ടർ മാത്രം ഓടിച്ചോടിച്ച ക്ഷീണമായി. എന്റെ വീട്ടിൽ പോവായിരുന്നു. ആ ലോഷൻ പോയി എടുക്കായിരുന്നു, ലച്ചുവിന്റെ പിയേഴ്സിന്റെ. പോയിട്ട് എടുക്കായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കാണ് എന്റെ അമ്മയുടെ അടുത്തൊന്ന് പോയാലോ. കാരണം ഇവിടം വരെ വന്ന് വ്ലോഗ് ചെയ്തിട്ട് എന്റെ വീട്ടിൽ ചെല്ലില്ലെന്ന് പറഞ്ഞാ അമ്മക്ക് ആകെ സങ്കടാവും. അത് തന്നെ, അമ്മ വന്നില്ലല്ലോ, നീ ആ വഴി പോയത് നന്നായി എന്ന് പറയും അമ്മ. ഇന്നലെ അങ്ങോട്ട് പോയല്ലോ.
നല്ല രസമുണ്ടല്ലേ ഇതിങ്ങനെ നടക്കാൻ. നമുക്ക് ഇന്ന് നടക്കാൻ പോയാലോ ചേട്ടാ വൈകുന്നേരം നീ നടന്നു പാർക്കില്? വിളി, അമ്മേനെ വിളി. അമ്മേനെ വിളിച്ചോണ്ടിരിക്കണേ, അമ്മ എടുക്കണില്ല. വിളക്കെത്തിക്കണേണ നീ. അമ്മ ഫോൺ എടുക്കണില്ല. മൊത്തം ഇരിക്കണ്ട. എന്നാ പറയണ്ട, വെറുതെ എല്ലാ ചക്കന്മാരും നോക്കിക്കൊണ്ടിരുന്നു. മെട്രോ വേണ്ട.